ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് 48 അവേഴ്സ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ് സാധ്യമാകുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എന്താഗ്രഹമാണ് നിങ്ങളുടേത് ഉടനെ സാധ്യമാകാൻ പോകുന്നത്? പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ആക്ഷൻ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അതിനായിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു. അതിനായിട്ട് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ചുറ്റിനും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എത്രയും പെട്ടെന്ന് അതിന് ആക്ഷൻ എടുത്തേ മതിയാവൂ. ഉള്ള പ്രശ്നത്തിന് മുന്നോട്ട് വരണം, അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നോട്ട് വരുന്ന കാര്യം സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ലേ, 7 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആരോ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം തരാനുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി ക്ഷമ സഹിച്ചു നിൽക്കുന്നു. ക്ഷമിച്ച് നിങ്ങളൊരു പരുവമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്ന സാമ്പത്തികം അത് കിട്ടാനുണ്ടായിരിക്കാം. ജോലി ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ളിടത്ത് നിന്ന്. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലോണിന് കൊടുത്തിട്ടുണ്ടാവാം, അത് കിട്ടാനായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലോട്ടറി ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയും ആവാം. എന്തായാലും ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതിനുള്ള ആക്ഷനാണ് നിങ്ങളിവിടെ എടുക്കാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് രാപകൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അതിനൊരു പ്രതിഫലം കിട്ടിയിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇത് ശത്രുത മറന്ന് നിങ്ങളിലേക്ക് ആരോ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് നേരത്തെ തന്നെ നല്ല സ്നേഹത്തിൽ ഇരുന്നപ്പോൾ തന്നെയും പിരിഞ്ഞു പോയിരുന്നവർ ഉണ്ടാവാം. അങ്ങനെയുള്ളവർ നിഷ്കളങ്കമായ ആ സ്നേഹം വീണ്ടും പങ്കുവയ്ക്കാൻ വേണ്ടി, വീണ്ടും പുതുക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഗിഫ്റ്റുകൾ തരുന്നു. അതുപോലെ തന്നെ നല്ല സമാധാന വാക്കുകൾ പറയുന്നു, സന്തോഷിപ്പിക്കാനുള്ള വാക്കുകൾ പറയുന്നു. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു സിൻസിയർ ലവ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയത്. ബാല്യകാലത്തെ ചിലപ്പോൾ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം, പിന്നീട് എപ്പോഴോ പിരിഞ്ഞു പോയി. പിന്നെ വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുന്ന എനർജിയാണ്. വീണ്ടും കണ്ടുമുട്ടി, വീണ്ടും പിണക്കമുണ്ടായി, വീണ്ടും പുതിയ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വളരെയധികം നിഷ്കളങ്ക സ്നേഹത്തെ പങ്കിടാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവികമായ ഒരു സ്നേഹമാണ് ഇവിടെ നിലനിന്നിരുന്നത്. സിൻസിയർ ലവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിട്ടുപിരിഞ്ഞ് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ ദൂരദേശത്തു നിന്നും നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. ദൂരദേശത്തു നിന്നും ആരോ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെ വിവാഹത്തിലേക്ക് പോകാനുള്ള എനർജി ആവാം. അതുമല്ല എങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി അത്യധികം ആകാംക്ഷയോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം. അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമാകാനുണ്ടായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സാധ്യമാകാനുണ്ടെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ്, ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇവിടുത്തെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്, നമ്പർ 10. കണ്ടില്ലേ, ഇവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം വരുന്നത്. ഇവിടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ ഒരു എൻഡിങ്ങിൽ എത്തിയിരിക്കുന്നു. അനുഭവിച്ചിരുന്ന ബാഡ് കർമ്മയാണ്. അത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ല സമയമാണ്, നിങ്ങളുടെ ഭാഗ്യ സമയം വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിവിടെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കും. ഇനി അതുമല്ല, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ പുതിയൊരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധ്യമാകുന്നതാണ്. അതല്ല, നിങ്ങളൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നത്, അതും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ടുള്ളാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെതായ ഒരു തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസത്തിലേക്ക് പോകാനും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത്, വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യം കൊണ്ട് തരുന്ന എനർജി തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു സ്ഥാനമായിരിക്കാം. മനസ്സിലായി? അത്തരത്തിലുള്ള സ്ഥാനത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇത് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ല, ഹെറോഫൻ്റെ എനർജിയാണ്. മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുക, മറ്റുള്ളവരുടെ മെന്റർ ആവാൻ, അതായത് ഒരു ഗുരുവാകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. അതിനുവേണ്ടി മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവർ ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ നിങ്ങളോട് ഗൈഡൻസ് വാങ്ങിക്കാനും നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശ കാര്യങ്ങളാവാം, അതുപോലെ തന്നെ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ വേണ്ടി ആൾക്കാർ നിങ്ങളെ തിരക്കി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രമാത്രം ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കുന്ന എനർജിയാണ്. പുതിയതായി വാഹനം വാങ്ങിക്കാൻ ആരെങ്കിലും നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് സാധ്യമാകുന്നുണ്ട്. ഇനി അതുമല്ല, മെന്റലി പവർ കൂടുതലായിട്ട്, മെന്റൽ സ്ട്രോങ് കൂടുതലായിട്ട്, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഫിസിക്കലി മെന്റലി ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങളൊരു ലക്ഷ്യബോധമില്ലാതെയാണ് പെരുമാറിയിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ടൊരു ജീവിതം നയിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് വളരെയധികം സസൂക്ഷ്മമായിട്ട് പെരുമാറാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് കൈവരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി ഇവിടെ നിങ്ങൾക്ക് സർവ്വകാര്യങ്ങളിലും ഒരു വിക്ടറി ആൻഡ് സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത്.
ചിലപ്പോൾ നിങ്ങൾ ലൈസൻസിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം, അതിനുള്ള ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുകയാവാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനം വാങ്ങിക്കാനും ലൈസൻസിന് വേണ്ടി ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സക്സസ് ഇവിടെ ലഭിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിന് ദൂരെ യാത്ര നടത്തിയിട്ട് അതിലൊരു സക്സസ് നേടാനോ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു വിജയത്തെ കൊണ്ടുവരാനോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണെന്നാണ് കാണുന്നത്. ഇവിടെ 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് ഈ ഒരു സമയത്ത് നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്. 7 ഇവിടെ വന്നിട്ടുണ്ട്. 777, 7 ഓഫ് പെന്റക്കിൾസിന്റെ നമ്പർ 7 ആണ്. ഇവിടെ ചാരിയറ്റിന്റെ നമ്പർ 7 ആണ്. ഇവിടെ 7 ഓഫ് വാൺസിന്റെ നമ്പർ 7 ആണ്. അപ്പൊ 777 കാണുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ വളരെ നല്ല എനർജിയാണ്. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളാവാം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടുക എന്ന് പറയുന്നത് അതിനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ട് തന്നെയാണ്. ഈ സമയത്ത് അതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് ഏറ്റവും വലിയ ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ടുള്ളത്? ഇവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭാഗ്യം വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, പരാജയത്തിലേക്ക് ഇവിടെ നോക്കിയിരുന്ന കാര്യങ്ങൾ, സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, അതൊക്കെ ലഭിക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നല്ലതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്കാവാം, ഇനി അത് എന്ന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടി ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇനി അതുമല്ല, ജോലിയിലാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിനൊരു ക്ലാരിറ്റി. അതല്ല, നിങ്ങൾ ഏതെങ്കിലും വീട് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ടോ, അവിടെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാവാം. അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം ആവേശത്തോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാവണം. നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത, ഇത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോഗ്രസ് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല, ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു, അവരുടെ ഒരു റീയൂണിയൻ നടക്കാനുള്ള സമയം കൂടി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 9 ഓഫ് വാൺസിന്റെ എനർജി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയിരിക്കുന്നു. കണ്ടില്ലേ, ഒരു കാര്യം കൂടെ വരാൻ വേണ്ടി, എന്തോ ഒന്ന് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയും അതുപോലെ ഒരു വെയിറ്റിംഗ് ഉണ്ട്. അത് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലുള്ളതാവാം, അതുപോലെ ബിസിനസ് കാര്യങ്ങളിലുള്ളതാവാം. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം നിങ്ങൾ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നു, വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി വരും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തിലും സമാധാനത്തിലും പോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി നോക്കാം. ഹയർ സെൽഫിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം.
ഹയർ സെൽഫിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് ഏത് കാര്യത്തിലുമാകാം. ആത്മീയമായി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം. ഇനി അതുമല്ല, ഏതെങ്കിലും പുതിയ കാര്യമായാലും, പുതിയ ജോലിയാവാം, പുതിയ വിവാഹ ജീവിതമാകാം, പുതിയ വാഹനം വാങ്ങിച്ചിട്ടുള്ള ഒരു ലൈഫ്, അത് എന്തെങ്കിലും പുതിയതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ ആത്മീയപരമായിട്ട് കുറച്ചുകൂടി ഐശ്വര്യം നിങ്ങൾക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഐശ്വര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ സക്സസ് ഉണ്ടാവുന്നതായിട്ടും ഒരുപാട് സന്തോഷങ്ങളിലേക്ക് കടക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്പർ 9 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്, ആഗ്രഹ സഫലീകരണമാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചോ, അപ്പൊ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ സമയമായിരിക്കുന്നു. അപ്പൊ ഈ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമാകാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ, ഓർണമെന്റ്സ് വാങ്ങിക്കാനുള്ള സമയം, അതുപോലെ ഒരു ഉയർച്ചയിലേക്ക്, ജീവിതത്തിന്റെ ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ അബണ്ടൻസിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു, പ്രോസ്പെറിറ്റിയിലേക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ എന്താണോ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ച് ഈ ഒരു വീഡിയോ കണ്ടത്, അത് നിങ്ങൾക്ക് ഇത്ര സമയത്തിനകം സാധ്യമാകും എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ആഗ്രഹ സഫലീകരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു എനർജിയാണ്, ഹൈ എനർജിയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ മറികടന്ന് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെ ഇല്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ഇവിടെ 7 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു. ഇതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു കാർഡ് എടുക്കാവേ. റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നല്ലൊരു എനർജി ഇല്ല. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ, മോശകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കിവിടെ നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മരങ്ങളൊക്കെ ഇല കൊഴിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരുന്നത് പോലെ, പാമ്പുകൾ പടം പൊഴിച്ചിട്ട് പുതിയ ഉന്മേഷം നിറഞ്ഞ ഒരു ആരോഗ്യത്തോടു കൂടിയൊക്കെ മുന്നോട്ട് വരുന്നത് പോലെ നിങ്ങൾക്കിവിടെ സ്വയം ഹീലിങ്ങിനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾക്കും പുതിയ ഉന്മേഷത്തോടുകൂടി, നവോന്മേഷത്തോടുകൂടി, പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തിമത്തായി, പവർഫുള്ളായിട്ട്, കൂടുതൽ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകും. അതായത് ജോലിയായാലും വീടായാലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി തരുന്നത് എന്ത് കാര്യമാണോ, അത് ഒരു അധികാര പദവിയിലാകാം, ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആവാം, മനസ്സിലായി, ഒരു നേതൃത്വ സ്ഥാനത്തേക്കൊക്കെ മുന്നോട്ട് വരാനുള്ളത്. അല്ല, ഇവിടെ ഒരു ഗുരുവിന്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഗുരുവായി ആദരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. ഈ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ആഗ്രഹ സഫലീകരണം ഇവിടെ വരുന്നുണ്ട്. ഈ ആഗ്രഹ സഫലീകരണത്തിൽ നിങ്ങളുടെ സാമ്പത്തികം ഉൾപ്പെട്ടിട്ടുണ്ട്, ജോലി, വാഹനം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്.
മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമനുസരിച്ച്, അല്ല എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതാണ് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫെർട്ടിലിറ്റിയാണ്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ? ഇതുവരെ മുന്നോട്ട് വരാതിരിക്കുന്ന ആൾക്കാർ, ഇതുവരെ ഇവിടെ മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഭാവത്തിൽ, ഒരു ജയിൽ പുള്ളിയെ പോലെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ ഉണ്ടാവണം. എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല, ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നിനും കഴിയുന്നില്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്നുള്ള ഒരു ഭാവമാണ് ഇവിടെ എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ കുറച്ചു കാലം ഇരുന്നു എങ്കിൽ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് നമുക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫെർട്ടിലിറ്റി ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഓറയൊക്കെ ക്ലിയർ ആവുന്നു. നിങ്ങൾ ആത്മീയതയിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് വന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയും അത് തന്നെയാണ്, ഒരു ആത്മീയതയിലേക്ക് വരുന്നത് പോലെയാണ് കാണുന്നത്. ഇവിടെയാണ് മനഃശാന്തി, മനസ്സമാധാനം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നത് ഇവിടെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെയും ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പർ 3 ചക്രാസ്, ലോവർ 3 ചക്രാസും ആക്റ്റീവ് ആകാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തിലേക്കും വെൽത്തിലേക്കും പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ടും ആരോഗ്യം ലഭിക്കാൻ പോകുന്നുണ്ട്, കൂടുതലായിട്ടും നിങ്ങൾക്ക് ധനം ലഭിക്കാനും പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് വരുമാന മാർഗങ്ങൾ ഉണ്ടാവുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ജീവിതത്തിന്റെ നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയവും നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്പർ 3 ആണ്, വ്യാഴാനുഗ്രഹമാണ്. ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ബ്ലെസ്സിങ്സ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ള നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.